Judges, please note S711 on stage. Hello. മാന്യ സദസ്സിന് വന്ദനം. ഞാനിവിടെ പറയുവാൻ പോകുന്ന കഥയുടെ പേരാണ് ദാഹജലം തേടി. നാട്ടൊച്ച നേരം കത്തുന്ന വെയിൽ വച്ചി വരണ്ട കുളത്തിന്റെ നടുവിൽ വെള്ളക്കൊച്ചി പറന്നു വന്നിരുന്നു. വച്ചിവരൻ കുളത്തിലേക്ക് നോക്കി അവൾ നെടുവേർപ്പിട്ടു. അയ്യോ അമ്മേ, തൊണ്ട വരളുന്നേ. അവൾ വേച്ച് അടുത്തുള്ള കൊച്ചിക്കാട്ടിലേക്ക് നടന്നു. കൊച്ചി പെണ്ണേ, കൊച്ചി പെണ്ണേ, ആരാ വിളിച്ചത്? ഇവിടെ ഒന്നും ആരും ഒന്നില്ലല്ലോ. വെള്ളം ഭൂതത്തന്മാരും മഴക്കും, വേഗം സ്ഥലം വിടാം. അവൾ പറന്നു തുടങ്ങി. നീ പോകുകയാണോ? എന്താ ഇത്ര ധൃതി? ഇത്തവണ ഒരാളെ കണ്ടു. കുളത്തിലെ പുൽപ്പടർപ്പിടയിൽ ഒരാമച്ചാൽ. അങ്ങാണോ? ഞാൻ പേടിച്ചു പോയി. അല്ല, നീ എന്താ പറഞ്ഞത്? അമ്മാവാ, ഞാൻ ഇത്തിരി വെള്ളം അറിയാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമായി. കുക്കു വിതുമ്പി. ആമച്ചാടകത്ത് സങ്കടം വന്ന് കണ്ണുകൾ നിറഞ്ഞു. അങ്ങെന്തിനാണ് കരയുന്നത്? ദാഹിക്കുന്നത് എനിക്കല്ലേ. നീ എന്താ മനുഷ്യനെ പോലെ സംസാരിക്കുന്നത്? സജീവികളുടെ വേദന സ്വന്തം കാണണം. ആമച്ചാൽ സാധാരണക്കാരല്ലെന്ന് കൊക്കിന് മനസ്സിലായി. നിനക്കറിയാമോ, പണ്ട് കാലത്ത് ഈ കുളം ഒരു കാലത്തും വച്ചിരുന്നില്ല. ആമച്ചാൽ പഴയ കാലം ഓർക്കാൻ ശ്രമിച്ചു. നിറയെ തെളിഞ്ഞ വെള്ളം, പലതരത്തിലുള്ള മീനുകൾ, വിവിധയിനം പക്ഷികൾ ഇവിടെ വിരിനിരത്തും. പൂമ്പാച്ചകളും പൂത്തുമ്പികളും പാറി നടക്കും. ഭൂതകാല സ്മരണയിൽ ആമച്ചാടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അതെല്ലാം എങ്ങനെയാ നശിച്ചത്? അതൊരു വലിയ കഥയാണ്. ഇപ്പോൾ പറയുവാൻ നേരമില്ല. നീ ദാഹിച്ചു വന്നിരുക്കുകയല്ലേ. അതൊന്നും സാരമില്ല. അങ്ങ് കഥ പറഞ്ഞാട്ടെ. ആമച്ചാൽ കഥ പറയാൻ തുടങ്ങി. പണ്ട് ഈ ഗ്രാമത്തിൽ പുളകമണിച്ചുകൊണ്ട് കൊച്ചു അനവയുണ്ടായിരുന്നു. നമ്മുടെ ആനച്ചാറല്ലേ? അതേ, ആനച്ചാറെന്നായിരുന്നു പണ്ടും അതിന്റെ പേര്. ആളുകൾ കുളിക്കുവാനും അലയ്ക്കുവാനും മറ്റാവശ്യങ്ങൾക്കും ആനച്ചാറിനെയാണ് ആശ്രയിച്ചിരുന്നത്. ഒരു ദിവസം ധനികനായ ഒരു പരദേശി ഗ്രാമത്തിൽ വന്നു. ഗ്രാമവാസികളെ വിളിച്ചു കൂട്ടി. ഗ്രാമവാസികളെ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഞാൻ മാറ്റിത്തരാം. പകരം ആനച്ചാട തീരത്ത് കുറച്ച് സ്ഥലം തന്നാൽ മാത്രം മതി. തങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റാൻ ദൈവമയച്ച ദൂതനായിരിക്കും അയാളെന്ന് ജനങ്ങൾ വിചാരിച്ചു. അയാൾ ആവശ്യപ്പെട്ട സ്ഥലം അയാൾക്കു നൽകി. അയാൾ അവിടെ വലിയ ഫാക്ടറി നിർമ്മിച്ചു. ജനങ്ങൾക്ക് ജോലിയും കൂലിയും കൊടുത്തു. പക്ഷേ ഫാക്ടറിയിലെ മലിനജലം ആനച്ചാലിലേക്ക് ഒഴുകി. ആനച്ചാലിലെ മീനുകൾ ചത്തുപൊന്തി. കഷ്ടം. മനുഷ്യനോളെ പ്രതിക്കുന്ന, നാശം വരുത്തുന്ന ഒരു ജീവിയുമില്ല അല്ലേ മുത്തശ്ശ? അതെ, ആനച്ചാലുള്ള ഒരു ചെറിയ ചാടി കുളത്തിലെത്തിച്ചിരുന്നു. അങ്ങനെ ഈ കുളത്തിലെ വെള്ളവും മലിനമായി. ആളുകൾ പാടസ്കിടുവാനുള്ള സ്ഥലമാക്കി ഇതിനെ മാറ്റി. ആ ഫാക്ടറി ഇന്നുണ്ടോ മുത്തശ്ശ? അതെങ്ങനെ? ആനച്ചാലിലെ വെള്ളം മലിനമായപ്പോൾ പരദേശി
ഫാക്ടറി പൂട്ടി സ്ഥലം വിട്ടു. എന്നെ കുറിച്ച് വെള്ളം കുടിക്കാം. അങ്ങനെ ആമച്ചാർ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. ആമച്ചാർ കുന്നമ്പ് ലക്ഷ്യമാക്കി നടന്നു. കൊക്ക് ആമച്ചാരെ പിന്തുടർന്നു. കൂട്ടുകാരെ, ആമച്ചാർ പറഞ്ഞ കഥ കേട്ടില്ലേ? ഋതുക്ക് കോട്ടൻ താത്ത